Next operation on sets, difference of sets. നമുക്കറിയാം ഒരു ഓപ്പറേഷൻ സെറ്റിൽ കൊടുക്കണമെങ്കിൽ മിനിമം 2 സെറ്റ്സ് ആവശ്യമാണ്. So let us consider 2 sets. A is equal to 1, 2, 3, 4. Okay? And B is equal to 3, 4, 5, 6, 7. Now we construct another set C by taking all elements of A which are not in B. Okay? So the new set C is equal to C എന്ന new set എയിൽ നിന്നും ബിയിൽ നിന്നും ഫോം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എയിലെ എല്ലാ എലമെന്റ്സും നമ്മൾ എടുക്കും, അത് ബിയിൽ ഇല്ലാത്തതായിരിക്കും. ഓക്കെ, സോ നോക്കുക, ഇവിടെ എയിലുള്ള എലമെന്റ്സ് 1, 2, 3, 4 ആണ്. ഈ സെറ്റിലെ 4 എലമെന്റ്സിലെ 2 എലമെന്റ്സ് 3ഉം 4ഉം ബിയിലുള്ളതാണ്. സോ അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കിയുള്ള എലമെന്റ്സ് ആണ് എഴുതുന്നത്. 1, 2. Okay, so that is here this set C is called the difference of sets A and B. Therefore, the difference of 2 sets A and B is the set consisting of all elements of A which are not in B. The difference of sets A and B is symbolically written as A minus B. Difference നമ്മൾ എപ്പോഴും മൈനസ് സൈൻ ആണ് യൂസ് ചെയ്യുക. സോ A minus B എന്നാണ് അർത്ഥം. ഓക്കെ, സോ C is A minus B ആണ്. സോ A minus B എന്ന് പറഞ്ഞാൽ എന്താണ്? A minus B എന്ന് പറഞ്ഞാൽ അതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ അതിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ്? X such that X belongs to A. X എയിലുള്ളതാണ്, ബട്ട് X ബിയിൽ ഉണ്ടാവരുത്. ഓക്കെ, X does not belong to B. X belongs to A and X does not belong to B. ഇതാണ് A minus Bയുടെ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ഇനി what is the meaning of B minus A? The difference of sets B minus A is the set consisting of all elements of B which are not in A. ബിയിലുള്ള എലമെന്റ്സ് എഴുതണം, എയിൽ ഇല്ലാത്തതായിട്ടുള്ള എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. സോ ഏതൊക്കെയാണ് വരിക? ബിയിലുള്ള എലമെന്റ്സ് അത് എയിൽ ഉണ്ടാവരുത്. ഇപ്പൊ എയിലുള്ളത് 3ഉം 4ഉം ആണ്. സോ 3ഉം 4ഉം ഒഴിവാക്കി ബാക്കി ബിയിലുള്ള എലമെന്റ്സ് ആണ് നമ്മൾ എഴുതുന്നത്. 5, 6, 7. ഓക്കെ, സോ ഇതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതും? ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എ. ഇതാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഇനി നമുക്ക് ഡിഫറൻസ് ഓഫ് സെറ്റ്സിന്റെ ഡെഫിനിഷൻ കാണാം. ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. The difference of 2 sets A and B is the set consisting of all elements of A which are not in set B. The difference of sets A and B is symbolically written as A minus B and can be read as A minus B. Okay, in set builder form, A minus B is equal to X such that X belongs to A and X does not belong to B. Now let us draw the Venn diagram of difference of 2 sets. Okay, so that is Venn diagram of A minus B. Okay, അതിനു വേണ്ടിയിട്ട് Venn diagram വരയ്ക്കാൻ first we draw a rectangle for the universal set. ഇവിടെ 2 സെറ്റ് ആണുള്ളത്, എയും ബിയും. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെന്നെടുത്ത് ഓവർലാപ്പ് ചെയ്യുന്ന 2 സർക്കിൾസ് ആണ് എക്കും ബിക്കും വരയ്ക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് സെറ്റ് എ, ദിസ് ഇസ് സെറ്റ് ബി. നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ എ മൈനസ് ബി ആണ്. എ മൈനസ് ബിയിലെ എലമെന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? എയിലുള്ള എലമെന്റ് ആയിരിക്കണം, അത് ബിയിൽ ഉണ്ടാകാൻ പാടില്ല.
ഇപ്പൊ എയിൽ മാത്രം വരുന്ന എലമെന്റ്സ് വേണം നമുക്ക്, ആ എലമെന്റ്സിന്റെ ഗ്രൂപ്പിനെ വേണം നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ. സോ എയിൽ മാത്രം വരുന്നത്, ഈ ഫിഗറില് എയിൽ മാത്രം വരുന്ന ഭാഗം ഏതാണ്? ഇതാണ് എയിൽ മാത്രം വരുന്നത്. നടുവിൽ വരുന്ന ഭാഗത്ത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് വരുന്നത്. സോ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ നമ്മൾ ഒഴിവാക്കണം. എയിൽ മാത്രം വരുന്ന എലമെന്റ്സ് ആണ് എ മൈനസ് ബിയിൽ വരിക. സോ ദിസ് ഇസ് എ മൈനസ് ബി. Now let's see some results on operation on difference of two sets. First result, a minus b not equal to b minus a if a is not equal to b. എയും ബിയും നോട്ട് ഈക്വൽ ആയിട്ടുള്ള സെറ്റുകൾ ആണെങ്കിൽ എ മൈനസ് ബിയും ബി മൈനസ് എയും നോട്ട് ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു കമ്മ്യൂട്ടേറ്റീവ് ലോ ഇന്റർസെക്ഷനിലും യൂണിയനിലും. അവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈ ചെയ്തിരുന്നു. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്. എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ ആണ്. ബട്ട് ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, എപ്പോഴും പറയാൻ കഴിയില്ല. ഏത് കേസിലാണ് പറയാൻ കഴിയാത്തത്? എയും ബിയും ഈക്വൽ അല്ലാത്ത കേസിൽ. ഇഫ് എ നോട്ട് ഈക്വൽ ടു ബിയില് എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ആണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ശരിയാണോ എന്ന് നോക്കാം. So we need to take two sets which are not equal. Okay, so for example, let us take A is equal to 1, 2, 3 and B is equal to, I take it as 3, 4, 5. Okay, രണ്ട് സെറ്റും ഈക്വൽ ആയിട്ടുള്ള സെറ്റ് അല്ല. ഈക്വൽ സെറ്റ്സ് means what? The two sets are, if the two sets have exactly the same elements, then we say the two sets are equal. So ഇവിടെ A is 1, 2, 3, ഇവിടെ B is 3, 4, 5. രണ്ടിലും ഒരേ എലമെന്റ്സ് അല്ല ഉള്ളത്. So these two sets are not equal. A is not equal to B ആണ്. So അങ്ങനെയാണെങ്കിൽ what is A minus B? എങ്ങനെയാണ് A minus B കാണാം? എയിലുള്ള എലമെന്റ്സ് മാത്രം എഴുതുക, അത് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. സോ ബിയിലുള്ള എലമെന്റ് 3 ഒഴിവാക്കി കഴിഞ്ഞാൽ A minus B നമുക്ക് 1, 2 എന്ന് കിട്ടും. ബി മൈനസ് എ എഴുതുന്നത് എങ്ങനെയാണ്? ബിയിലെ എലമെന്റ്സ് മാത്രം എഴുതുക, ആ എലമെന്റ്സ് എയിൽ ഉണ്ടാകാൻ പാടില്ല. സോ എയിലും ഉള്ള ബിയിലും ഉള്ള എലമെന്റ് 3 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 4, 5. യു ക്യാൻ സീ ദാറ്റ് ദീസ് ടു സെറ്റ്സ് ആർ ഓൾസോ നോട്ട് ഈക്വൽ. എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. സോ വി ക്യാൻ സേ ദാറ്റ് എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ ഇഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. ഈ റിസൾട്ടുകളൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഓർത്ത് വെച്ചാൽ മാത്രം മതി. ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എക്സാമിന് ചോദിക്കുമ്പോൾ റിസൾട്ട് എഴുതാനോ പ്രോപ്പർട്ടീസ് എഴുതാനോ ചോദിക്കില്ല. നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് വെരിഫൈ ചെയ്യാനായിട്ട് എക്സാമ്പിൾസ് തരും, എന്നിട്ട് അത് വെരിഫൈ ചെയ്യാൻ മാത്രമാണ് ചോദിക്കുക. പിന്നെ നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂട്ടേറ്റീവ് ലോ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന റിസൾട്ടാണ്. ആ റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് പോകാം. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സിൽ ഇഫ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ് then a minus b is equal to a and b minus a is equal to b. So if we are taking two sets a and b which are disjoint, disjoint means what? രണ്ടിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഉണ്ടാകരുത്. If a intersection b is equal to empty set, we say a and b are disjoint sets. So let us take two sets a and b, two disjoint sets. Okay, I will take a is equal to 1, 2, 3. B is equal to 4, 5, 6. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. സോ ദീസ് ടു സെറ്റ്സ് ആർ ഡിസ്ജോയിന്റ്. ദെൻ എ മൈനസ് ബി എ ആണോ എന്ന് നോക്കാം. എ മൈനസ് ബി എങ്ങനെ കാണാം? എ മൈനസ് ബി ബൈ ഡെഫിനിഷൻ എ മൈനസ് ബി ഇസ് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എ വിച്ച് ആർ നോട്ട് ഇൻ ബി. ബിയിലില്ലാത്ത എലമെന്റ്സ് ആയിരിക്കണം എഴുതാതെ, എയിലുള്ള എലമെന്റ്സ് ആയിരിക്കണം. സോ 1, 2, 3 ദാറ്റ് ഇസ് ഈക്വൽ ടു എ തന്നെയാണ് വരിക. കാരണം ബിയിലുള്ള എലമെന്റ്സ് 4, 5, 6 ആണ്, അത് എയിലില്ല. സോ അതിനെ ഒഴിവാക്കേണ്ട കാര്യമായിട്ട് വരുന്നില്ല, എ തന്നെ എഴുതിയാൽ മതി. അതേപോലെ യു ക്യാൻ സീ ദാറ്റ് ബി മൈനസ് എ എടുക്കുമ്പോൾ ബിയിലെ എലമെന്റ്സ് എഴുതണം, എയിൽ ഉണ്ടാകാൻ പാടില്ല ആ എലമെന്റ്സ്. സോ ബിയിലെ എലമെന്റ്സ് എല്ലാം തന്നെ നമുക്ക് എഴുതാൻ കഴിയും 4, 5, 6. സോ ദാറ്റ്സ് ഈക്വൽ ടു ബി. ഓക്കെ, സോ റിമെമ്പർ ഇഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് then a minus b is equal to a, b minus a is equal to b.
നെക്സ്റ്റ് റിസൾട്ട് ആണ് a minus b subset of a, b minus a subset of b. ഓക്കെ, എയും ബിയും രണ്ട് സെറ്റ് എടുത്താൽ taking a is equal to 1 2 3, b is equal to 3 4 5. So a minus b എങ്ങനെ എഴുതാം? What is a minus b? എയിലുള്ള എലമെന്റ്സ് അത് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. സോ അങ്ങനെയുള്ള സെറ്റ് 1 2 ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞ ബിയിലുള്ള എലമെന്റ്സ് അത് എയിൽ ഉണ്ടാകാൻ പാടില്ല. സോ 4 5. Okay, and you can see that a minus b set has the elements 1 comma 2, and these two elements are also the elements of a. അല്ലെ, അങ്ങനെയാണെങ്കിൽ we can say a minus b എയുടെ സബ്സെറ്റ് ആണ്. b minus a b minus a ബിയുടെ സബ്സെറ്റ് ആണ്. So a minus b is subset of a, b minus a is subset of b. Next results, a minus b, a intersection b and b minus a are mutually disjoint sets. So ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് എടുക്കാം, എയും ബിയും. Suppose a is equal to 1 2 3. Okay, b is equal to 3 4 5. So let's find these three sets here. So first one, a minus b. a minus b എന്ന് പറഞ്ഞാൽ എന്താ? എയിലെ എലമെന്റ്സ് ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ്. a minus b എന്ന് പറഞ്ഞാൽ എയിലെ എലമെന്റ്സ് എല്ലാം എഴുതുക, അത് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ബിയിലുള്ള എലമെന്റ് ആണ് 3. സോ അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള എലമെന്റ്സ് എയിൽ എഴുതുക. സോ 1 2, a minus b is equal to set 1 2. Now let us find a intersection b. A intersection b means the elements common to both a and b. So രണ്ട് സെറ്റിലുള്ള എലമെന്റ് ഏതാണ്? 3 ആണ്. സോ a intersection b is singleton set 3. അതേപോലെ what is b minus a? b minus a means the set of all elements in b which are not in a. എയിൽ ഇല്ലാത്ത ബിയിലുള്ള എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. സോ എയിലുള്ള എലമെന്റ് ആണ് 3. സോ 3നെ ഒഴിവാക്കണം. സോ നമുക്ക് എന്ത് കിട്ടും? 4 5 എന്ന് കിട്ടും. സോ യു ക്യാൻ സീ ദാറ്റ് ഈ മൂന്ന് സെറ്റുകളുടെയും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്കൊരു എംപ്റ്റി സെറ്റ് ആണ് കിട്ടുക. മൂന്ന് സെറ്റിലും കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നുമില്ല. സോ എംപ്റ്റി സെറ്റ്, ഇന്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ് ഓർ 3 സെറ്റ്സ് ഇസ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. വി സേ ദേ ആർ ഡിസ്ജോയിന്റ് സെറ്റ്സ്. സോ ഇവിടെ എ മൈനസ് ബി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി intersection b minus a is equal to empty set. Therefore these sets are mutually disjoint. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ ഒബ്സർവ് ചെയ്യാം. കാരണം ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെഷനിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ റിസൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓർത്ത് വെക്കണം ഏതൊക്കെയാണ് മ്യൂച്വലി ഡിസ്ജോയിന്റ് ആയിട്ടുള്ള സെറ്റുകൾ. എ മൈനസ് ബി, എ ഇന്റർസെക്ഷൻ ബി, ബി മൈനസ് എ. ഇനി നിങ്ങൾക്ക് എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും യൂണിയൻ എടുക്കുമ്പോൾ വാട്ട് യു സി? നമുക്ക് എ യൂണിയൻ ബി കിട്ടും. ഓക്കെ, 1 2 3 4 5. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലെ എല്ലാ എലമെന്റ്സും ബിയിലെ എല്ലാ എലമെന്റ്സും കൂട്ടുമ്പോൾ കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്നത്, അതിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 2 3 പിന്നെ 4ഉം 5ഉം വരും. ഈ സെറ്റിന്റെ യൂണിയൻ എടുക്കുമ്പോഴും അത് തന്നെയാണ് കിട്ടുക. സോ ആ റിസൾട്ടും കൂടെ ഓർത്തു വെച്ചാൽ നല്ലതാണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ മൂന്ന് സെറ്റുകളുടെയും യൂണിയൻ ആണ്. എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടാണിത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട റിസൾട്ടാണ്. ഓക്കെ, അടുത്ത റിസൾട്ടിലേക്ക് പോകാം. എ മൈനസ് ബി ഇസ് എംപ്റ്റി ഇഫ് എ ഇസ് ഈക്വൽ ടു ബി ഓർ എ സബ്സെറ്റ് ഓഫ് ബി. രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിൽ എ മൈനസ് ബി എംപ്റ്റി ആയിരിക്കും. ഒന്ന് മറ്റതിന്റെ സബ്സെറ്റ് ആണെങ്കിലും എ മൈനസ് ബി എംപ്റ്റി ആയിരിക്കും. നമുക്ക് നോക്കാം. എ ഈക്വൽ ടു ബി എടുക്കാം. രണ്ട് സെറ്റ് എടുക്കാം. അവിടെ ആ രണ്ട് സെറ്റും ഈക്വൽ ആയിട്ട് എടുക്കും. സപ്പോസ് ഐ എം ടേക്കിംഗ് എ ഇസ് ഈക്വൽ ടു 1 2 3. ബിയും അത് തന്നെ എടുക്കുന്നു. കാരണം രണ്ടും ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us ചെക്ക് whether a minus b is empty. a minus b എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ വിച്ച് ആർ നോട്ട് ഇൻ ബി. എയിൽ മാത്രമുള്ള എലമെന്റ്സ് ആണ് എടുക്കേണ്ടത്.
സോ എയിൽ മാത്രമുള്ള എലമെന്റ്സ് ഇവിടെ ഇല്ല. എയിലുള്ള എല്ലാ എലമെന്റ്സും ബിയിലെയും എലമെന്റ്സ് ആണ്. സോ എയിൽ മാത്രമായിട്ടുള്ള എലമെന്റ്സ് ഇല്ല. സോ ദിസ് സെറ്റ് ഈസ് എംപ്റ്റി സെറ്റ്. സോ എ ഈക്വൽ ടു ബി ആണെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതേപോലെ എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിലോ, ദാറ്റ് ഇസ് സപ്പോസ് എ ഈസ് ഈക്വൽ ടു 1 2. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു, ബി ഈസ് സൂപ്പർ സെറ്റ് ഓഫ് എ ആണ്. എ ബിയുടെ സബ്സെറ്റ് ആണ്. സോ എയിലെ രണ്ട് എലമെന്റ്സും ബിയിലും ഉണ്ടായിരിക്കണം. സോ 1 2 ഐ എം ടേക്കിംഗ് 3 ഓൾസോ. സോ യു ക്യാൻ സീ ദാറ്റ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആണ്. എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ട്. സോ എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ മൈനസ് ബി? A minus b means the elements in A which are not in B. എയിലുള്ള എലമെന്റ്സ് 1 2 ആണ്. അത് ബിയിലും ഉണ്ട്. സോ എ മൈനസ് ബി എന്താ വരുള്ളൂ ഇവിടെ? എംപ്റ്റി. എയിൽ മാത്രമുള്ള എലമെന്റ്സ് ഇവിടെ ഇല്ല. എയിലുള്ള എലമെന്റ്സ് ബിയിലും ഉണ്ട്. സോ എ മൈനസ് ബി എംപ്റ്റി ആണ്. സോ ഈ റിസൾട്ട് ഓർക്കുക. ഇഫ് എ ഇസ് ഈക്വൽ ടു ബി ഓർ എ ഇസ് സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ മൈനസ് ബി എന്തായിരിക്കും? എംപ്റ്റി ആയിരിക്കും. അടുത്ത റിസൾട്ട്, A minus B union A intersection B is equal to A. A minus B union A intersection B is equal to A. ഇതൊരു വെൻ ഡയഗ്രത്തിലൂടെ ഞാൻ കാണിക്കാം. വെൻ ഡയഗ്രം വരച്ചാൽ നമ്മൾ റെക്ടാങ്കിൾ യൂണിവേഴ്സൽ സെറ്റിന് വേണ്ടിയിട്ട് വരയ്ക്കും. രണ്ട് സെറ്റാണുള്ളത്. കോമൺ എലമെന്റ്സ് ഉള്ള രണ്ട് സെറ്റുകൾ കൺസിഡർ ചെയ്യാം. എ ബി. എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രമുള്ള എലമെന്റ്സ് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഓൾറെഡി അതിന്റെ വെൻ ഡയഗ്രം ഡിസ്കസ് ചെയ്താണ്. ഇതാണ് എ മൈനസ് ബി വരെ. ഓക്കെ, അടുത്തത് എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഈ പാർട്ടാണ്. സോ ഇതിന്റെ രണ്ടിന്റെ യൂണിയൻ ഞാനിവിടെ രണ്ട് രീതിയിലാണ് അത് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ഡോട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത്. അത് രണ്ടും കൂടുന്നതാണ് യൂണിയൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കാണാം, ഞാൻ ആ ഷെയ്ഡ് ചെയ്തത് മൊത്തം എ എന്ന് പറഞ്ഞ സർക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സോ എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. ഇപ്പോൾ റിസൾട്ട് നമുക്ക് എപ്പോഴും ഏറ്റവും ഈസിയാണ് വെൻ ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, ഇത് അല്ലാതെ പ്രൂവ് ചെയ്യാനും ഈസിയാണ്. നമ്മൾ എക്സാമ്പിൾ എടുക്കുക. എ നമുക്ക് 1 2 3 എന്ന് എടുക്കാം. ബി 3 4 5. വെരിഫൈ ചെയ്യാം നമുക്ക് ഇത് കറക്റ്റ് ആണോ എന്ന്. സോ ഫസ്റ്റ് ലെറ്റ് us find എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രമുള്ള എലമെന്റ്സ് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. സോ അങ്ങനെയുള്ള എലമെന്റ്സ് 1ഉം 2ഉം മാത്രമാണ്. കാരണം 3 എന്ന എയിലുള്ള എലമെന്റ് ബിയിലും ഉണ്ട്. സോ അതിനെ നമ്മൾ ഒഴിവാക്കണം. യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി, രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണ്? 3 മാത്രമേ ഉള്ളൂ. ഈ രണ്ട് സെറ്റിന്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് 1 2 3 കിട്ടും. ദാറ്റ് ഇസ് ദ സെയിം സെറ്റ് എ. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി വെരിഫൈഡ് ദാറ്റ് എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ. Example 18, page number 17. Let A is equal to 1 2 3 4 5 6. B is equal to 2 4 6 8. Find A minus B and B minus A. So let's find A minus B first. A minus B means what? The set of all elements in A which are not in B. എയിൽ മാത്രമുള്ള എലമെന്റ്സ്, ബിയിൽ ഇല്ലാത്ത എയിൽ മാത്രമുള്ള എലമെന്റ്സ് ആണ് എഴുതേണ്ടത്. സോ നമുക്കിവിടെ കാണാം 2 ബിയിലുണ്ട്, 4ഉം ബിയിലുണ്ട്, 6ഉം ബിയിലുണ്ട്. സോ എ മൈനസ് ബി എഴുതുമ്പോൾ ആ എലമെന്റ്സിനെ ഒഴിവാക്കിയിട്ട് എയിലെ എലമെന്റ്സ് മാത്രം എഴുതണം. സോ എയിൽ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 1 3 5. ഓക്കെ, അടുത്തത് ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബി മൈനസ് എയിലെ എലമെന്റ്സ് എല്ലാം ബിയിലുള്ള എലമെന്റ്സ് ആണ്. അത് എയിൽ ഉണ്ടാകാൻ പാടില്ല. സോ ഇവിടെ നോക്കുക, ബിയിൽ മാത്രമുള്ള എലമെന്റ്സ് ഏതാണ്? സോ 2 നമുക്ക് എയിലുള്ളതാണ്, 4 എയിലുള്ളതാണ്, 6ഉം എയിലുള്ളതാണ്. സോ ബിയിൽ മാത്രമായിട്ടുള്ള എലമെന്റ് 8 മാത്രമാണ്. സോ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു 8. From this question, it can be easily verified that
difference of two sets is not commutative. ഇവിടെ നിങ്ങൾക്ക് കാണാം a minus b not equal to b minus a ആണ്. എന്ന് പറഞ്ഞാൽ difference of sets is not commutative. Example 19, page number 17. Let v is equal to a, e, I, o, u and b is equal to a, I, k, u. Find v minus b and b minus v. So let's find v minus b first. v minus b means the set of all elements in v which are not in b. b യിൽ ഇല്ലാത്ത v യിൽ മാത്രമുള്ള elements. So ഉള്ള elements ഏതാ, കോമൺ ആയിട്ടുള്ള elements ഏതാന്ന് നോക്കിയാൽ മാത്രം മതി. സോ എ കോമൺ ആയിട്ടുള്ളതാണ്, ഐയും കോമൺ ആയിട്ടുള്ളതാണ്, അതേപോലെ യുവും കോമൺ ആയിട്ടുള്ളതാണ്. സോ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, വിയിലുള്ള ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്, വി മൈനസ് ബി ആണ് നമ്മൾ എഴുതുന്നത്. സോ ഇയും ഒയും. സോ വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ഇ ഒ. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ എലമെന്റ്സ് ഇ ഒ ബിലോങ് ടു വി ബട്ട് നോട്ട് ടു ബി. ഓക്കെ, അടുത്തത് ബി മൈനസ് വി. ബി മൈനസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലമെന്റ്സ് ബിലോങ് ടു ബി ബട്ട് നോട്ട് ഇൻ ബി. ബിയിൽ ഇല്ല, ഉണ്ടാകാൻ പാടില്ല, ബിയിൽ മാത്രമുള്ള എലമെന്റ്സ്. സോ ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കിയാൽ മതി. എയും ഐയും യുവും ഒഴിവാക്കിയാൽ നമുക്ക് കെ മാത്രമാണ് കിട്ടുക, സിംഗിൾട്ടൺ സെറ്റ് ആണ് കിട്ടുക. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ എലമെന്റ് കെ ബിലോങ് ടു ബി ബട്ട് നോട്ട് ടു വി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ് v minus b is not equal to b minus v. Exercise 1.4, question number 9. If a is equal to set 3, 6, 9, 12, 15, 18, 21, b is equal to 4, 8, 12, 16, 20. c is equal to 2, 4, 6, 8, 10, 12, 14, 16 and d is equal to 5, 10, 15, 20. Find a minus b, a minus c, a minus d, b minus a, c minus a, d minus a, b minus c, b minus d, c minus b, d minus b, c minus d and d minus c. ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതോടെ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതാണ്. സോ നമുക്കിത് ചെയ്യാം, 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യത്തേത് എ മൈനസ് ബി. സോ എയും ബിയും ഇവിടെ തന്നിട്ടുണ്ട്. സോ എ മൈനസ് ബി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ബിലോങ് ടു എ ബട്ട് നോട്ട് ടു ബി. സോ അങ്ങനത്തെ എലമെന്റ്സ് ഏതാ നോക്കുക. 2 സെറ്റ് തന്നെ, അതിൽ കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ നോക്കിയാൽ മതി. സോ ഈ 2 സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോട്ട് ചെയ്യാം. 12 കോമൺ ആണ്, 12 മാത്രമാണ് കോമൺ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പൊ 12നെ ഒഴിവാക്കി എയിലെ ബാക്കി എലമെന്റ്സ് എഴുതുക. സോ വാട്ട് യു ഗെറ്റ് 3, 6, 9, 15, 18, 20. You can see that these elements belong to the set A but not to B. Okay, and second one A minus C. എയും നോക്കുക, സിയും നോക്കുക. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാന്ന് നോക്കുക, എയിലും സിയിലും. യു ക്യാൻ സീ ദാറ്റ് 6 ഈസ് കോമൺ, 6 കോമൺ ആണ് ആൻഡ് 12 ഈസ് കോമൺ. ഈ 2 എലമെന്റ്സ് ആണ് എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത്. അതായത് എയിലുള്ള ഈ 2 എലമെന്റ്സ് സിയിലും ഉണ്ട്. എ മൈനസ് സി എഴുതുമ്പോൾ സിയിലുള്ള എലമെന്റ്സ് എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിനെ ഒഴിവാക്കുക. സോ വാട്ട് യു ഹാവ് 3, 9 എയില് ബാക്കിയുള്ള എലമെന്റ്സ് 6ഉം 12ഉം ഒഴിവാക്കിയിട്ട് 3, 9, 15, 18, 21. So this is A minus C. Next, third one, A minus D. എയും ഡിയും നോക്കാം, രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒഴിവാക്കുക. So you can see that 15 is common. 15 is the only element common to A and D. So 15 ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള എലമെന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ that all elements belong to A but not to D. Okay, so what do you have A minus D then? 3, 6, 9, 12, 18, 21. Okay,
ഇനി നാലാമത്തത് ബി മൈനസ് എ. ബിയിലുള്ള എലമെന്റ്സ് എയിൽ ഉണ്ടാകാൻ പാടില്ല. സോ ബിയിലും എയിലും നേരത്തെ കണ്ടതാണ്. കോമൺ ആയിട്ടുള്ള എലമെന്റ് 12 ആണ്. സോ അതിനെ ഒഴിവാക്കിയാൽ മതി. സോ ബാക്കിയുള്ള എലമെന്റ്സ് എഴുതിയാൽ മതി. സോ വി ഹാവ് ബി മൈനസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 4, 8, 16, 20. ഓക്കെ. ഫിഫ്ത്ത് വൺ സി മൈനസ് എ. എയിലും സിയിലും നമ്മൾ കണ്ടതാണ് നേരത്തെ. കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 6ഉം 12ഉം ആണ്. അതിന് രണ്ടിനെയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് എഴുതാം സി എന്ന സെറ്റിൽ. സി മൈനസ് എ ഇസ് സബ്സെറ്റ് ഓഫ് സി ആണ്. ഓക്കെ. സോ സിയിലെ എലമെന്റ്സ് 2, 4, 8, 10, 14, 16. സിക്സ്ത് വൺ ഡി മൈനസ് എ. ഡിയിലും എയിലും കോമൺ ആയിട്ടുള്ളത് 15 മാത്രമാണ്. അപ്പോൾ 15 ഒഴിവാക്കുക. സോ വാട്ട് യു ഹാവ് 5, 10, 20. ഓക്കെ. അടുത്തത് സെവൻത്ത് വൺ ബി മൈനസ് സി. ബിയും സിയും നോക്കുക. ബിയിലും സിയിലും കൂടെ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് 12 കോമൺ ആണ്, 16ഉം കോമൺ ആണ്. ഓക്കെ. അപ്പോൾ ആ രണ്ട് എലമെന്റ്സ് അതുപോലെ 4 കോമൺ ആണ്, 8ഉം കോമൺ ആണ്. ഓക്കെ. ഈ 4 എലമെന്റ്സ് കോമൺ ആണ്. ആകെ അപ്പോൾ കോമൺ ആയിട്ട് സിയിലുള്ള എലമെന്റ്സ് ഈ 4 ആണ്. അതിനെ ഒഴിവാക്കി ബിയിലെ മാത്രം എലമെന്റ്സ് വരുമ്പോഴാണ് നമുക്ക് ബി മൈനസ് സി എന്ന സെറ്റ് കിട്ടുക. സോ സിംഗിൾട്ടൺ സെറ്റ് 20. നെക്സ്റ്റ് വൺ എയ്ത്ത് വൺ ബി മൈനസ് ഡി. ബിയും ഡിയും നോക്കാം. ബിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ ഒഴിവാക്കാം. ബിയിലും ഡിയിലും കോമൺ ആയിട്ട് 20 മാത്രമാണുള്ളത്. സോ 20നെ ഒഴിവാക്കിയിട്ട് ബിയിലെ എലമെന്റ്സ് എഴുതാം. സോ ഏതാ വരിക 4, 8, 12, 16. ഓക്കെ. നയൻത്ത് വൺ സി മൈനസ് ബി. സി മൈനസ് ബി എന്ന് പറഞ്ഞാൽ സിയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഒഴിവാക്കാം. യു ക്യാൻ സീ ദാറ്റ് 4 is common, 4 is common, 8 is common, 12 is common and 16 is common. ഈ ടിക്കറ്റ് ഈ 4 നമ്പേഴ്സുമാണ് കോമൺ ആയിട്ട് വരുന്നത്. അതിനെ ഒഴിവാക്കിക്കൊണ്ട് സിയിലെ എലമെന്റ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഓൾ എലമെന്റ്സ് ബിലോങ് ടു സി ബട്ട് നോട്ട് ടു ബി. സോ വി ഹാവ് 2, 6, 10, 14. 2, 6, 10, 14 ആണ് സി മൈനസ് ബിയിലെ എലമെന്റ്സ്. അടുത്തത് പത്താമത്തത് ഡി മൈനസ് ബി. ഡിയും നോക്കുക, ബിയും നോക്കുക. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കൂ. 20 മാത്രമാണ് ഡിയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി 3 എലമെന്റ്സ് ഡിയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. സോ ഡി മൈനസ് ബി മീൻസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ബിലോങ് ടു ഡി ബട്ട് നോട്ട് ടു ബി. സോ ഏതാണ് 5, 10, 15. നെക്സ്റ്റ് 11ാമത്തത് സി മൈനസ് ഡി. സിയും ഡിയും നോക്കാം. സിയിലും ഡിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് 10 മാത്രമാണ്. സോ 10നെ ഒഴിവാക്കിക്കൊണ്ട് സിയിലെ ബാക്കിയുള്ള എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റ്സ് സിയിൽ മാത്രമേ ഉള്ളൂ, ഡിയിലില്ല. ഓക്കെ. സോ ദാറ്റ് ഇസ് സി മൈനസ് ഡി. സോ വാട്ട് യു ഹാവ് 2, 4, 6, 8, 12, 14, 16. The last one D minus C. D minus C. ഡിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നോക്കാം. 10 ആണ് കോമൺ ആയിട്ടുള്ള എലമെന്റ്. സോ 10നെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള എലമെന്റ്സ് എഴുതാം. 5, 15, 20. Exercise 1.4 question number 10. If x equal to set ABCD and y is equal to FBDG, find x minus y, y minus x and x intersection y. So let's find x minus y first. X minus y means the set of all elements in x but not in y. So x ഉം y ഉം എടുക്കാം. yയിലുള്ള xലെ എലമെന്റ്സ് ഒഴിവാക്കുക. സോ വൈയിലും എക്സിലുമായിട്ട് വരുന്ന എലമെന്റ്സ് ബിയും ഡിയുമാണ്. സോ അതിനെ രണ്ടിനെയും ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സിൽ ബാക്കിയുള്ള എലമെന്റ്സ് എയും സിയുമാണ്. സോ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു സെറ്റ് എ കോമ സി. സെക്കൻഡ് കാണാൻ പറഞ്ഞത് വൈ മൈനസ് എക്സ് ആണ്.
Y minus x means the set of all elements in Y and not in X. So Y യിൽ മാത്രമുള്ള എലമെന്റ്സ് എക്സിൽ ഇല്ലാത്തത്. സോ ബിയും ഡിയുമാണ് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, എക്സിലുള്ള എലമെന്റ്സ്. സോ അതിനെ ഒഴിവാക്കിയിട്ടുള്ള എലമെന്റ്സ് ആണ് എഫ് ജി, അതാണ് Y മൈനസ് എക്സ്. നെക്സ്റ്റ് തേർഡ് വൺ, എക്സ് ഇന്റർസെക്ഷൻ വൈ. എക്സ് ഇന്റർസെക്ഷൻ വൈ മീൻസ് the elements common to both x and y. So x ലും y ലും common ആയിട്ടുള്ള elements b യും d യും ആണ്. So we have bd. We have already proved that x minus y, y minus x and x intersection y are mutually disjoint. ഇത് മൂന്നും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് സെറ്റിലും ഇന്റർസെക്ഷൻ കൊടുത്താൽ ഈ മൂന്ന് സെറ്റിലും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. സോ ദ ഇന്റർസെക്ഷൻ ഓഫ് ദീസ് ത്രീ സെറ്റ്സ് ഇസ് ഈക്വൽ ടു എംപ്റ്റി സെറ്റ്. ദാറ്റ്സ് വൈ ദീസ് ത്രീ സെറ്റ്സ് ആർ മ്യൂച്വലി ഡിസ്ജോയിന്റ്. Exercise 1.4 question number 11. If R is the set of all real numbers and Q is the set of rational numbers, then what is R minus Q? നമ്മൾ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും കൂടുന്നതാണ്. Rational numbers plus irrational numbers is equal to real numbers. So set of all real numbers il ninnu rational numbers കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക? Set of all irrational numbers. R minus Q means it is the set of real numbers which are not rational numbers. That means the real numbers which are not rational numbers are irrational numbers. Therefore, R minus Q is the set of irrational numbers. അതിനെ set of irrational numbers എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ T എന്ന ലെറ്റർ കൊണ്ട് set of irrational numbers എഴുതാറുണ്ട്. So instead of that you can write T also. Okay, set of all irrational numbers, that is T.